ബീഹാറിലെ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തിൽ നിയമവിരുദ്ധതയുണ്ടെങ്കിൽ റദ്ദാക്കുമെന്ന് ആവർത്തിച്ച് സുപ്രീംകോടതി. ഹർജികളിൽ സുപ്രീംകോടതിയിൽ ഇന്നത്തെ വാദം പൂർത്തിയായി. മരിച്ചതെന്ന് പറഞ്ഞ് കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സ്ത്രീയെ കോടതിയിൽ യോഗേന്ദ്ര യാദവ് ഹാജരാക്കി. 65 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ പ്രക്രിയ ലോകത്തൊരിടത്തും ഉണ്ടായിട്ടില്ലെന്നും യോഗേന്ദ്ര യാദവ് വാദിച്ചു. ചില പ്രശ്നങ്ങൾക്ക് പരിഹാര നടപടികൾ ആവശ്യമാണെന്നും യോഗേന്ദ്ര യാദവ് പറയുന്നതിൽ വസ്തുതകളുണ്ടെന്നും ബെഞ്ച് വിലയിരുത്തി. ധനസുമോദ് ചേരുന്നു. ധനസുമോദ്, ഈ വോട്ടർ പട്ടിക വാദത്തിൽ ഇന്നിപ്പോൾ കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ എന്തൊക്കെയാണ് കോടതിയിൽ സംഭവിച്ചത്? എന്താണ് കോടതിയുടെ നിരീക്ഷണം? ധന്യ, അത്യന്തം നാടകീയമായ രംഗങ്ങളാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായത്. കാരണം ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞപ്പോൾ തന്നെ കേസ് ആദ്യം എടുത്തിരുന്നെങ്കിലും പിന്നീട് ഉച്ചഭക്ഷണത്തിന് ശേഷം വീണ്ടും എടുക്കാം എന്ന് വിചാരിച്ച് കോടതി കേസ് മാറ്റിവെക്കുകയായിരുന്നു. അതിനുശേഷം 2:15 ഈ വാദം തുടങ്ങിയത്. വാദത്തിന്റെ ആദ്യഘട്ടത്തിൽ എപ്പോഴും ഒരു മേൽക്കൈ ഉണ്ടായിരുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയായിരുന്നു. കാര്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ ആധാർ കാർഡാണ് പലപ്പോഴും ഇതിനൊരു ആധാരമായി ഉപയോഗിക്കുന്നത് വോട്ടർ പട്ടികയ്ക്ക്. പക്ഷേ ഈ ആധാർ കാർഡ് തന്നെ വ്യാജമായിട്ട് ഹാജരാക്കിയതാണോ എന്ന് എങ്ങനെ അറിയാൻ കഴിയും എന്നുള്ളൊരു കാര്യമാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഒരു തെറ്റുകുറ്റങ്ങൾ ഇല്ലാത്ത ഒരു പട്ടിക തയ്യാറാക്കണമെങ്കിൽ ഇത് ഈ ആധാർ എങ്ങനെ പൌരത്വ രേഖയായി എടുക്കാം എന്നുള്ളൊരു കാര്യമാണ് ചോദിച്ചത്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി അനുകൂലിക്കുകയും ചെയ്തു. അങ്ങനെ ഏകദേശം ഒരു സുപ്രീം കോടതിയിലെ വാദങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴാണ് നേരിട്ട് വാദിക്കാനായിട്ട് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കൂടിയായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകൻ യോഗേന്ദ്ര യാദവ് എത്തിയത്. അദ്ദേഹം വാദിച്ച് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാദങ്ങളെല്ലാം 2003 ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയപ്പോൾ പോലും ഒരു പ്രത്യേക ഫോമോ ഇത്ര രേഖകളോ ഒന്നും ഹാജരാക്കിയിട്ട് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല 65 ലക്ഷത്തോളം പേരെ ഒറ്റയടിക്ക് ഒഴിവാക്കുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയതിനു ശേഷം ഈ കരട് പട്ടികയിൽ ഏതൊക്കെ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാൻ വേണ്ടി ഒരു സ്ത്രീയെയും പുരുഷനെയും ഹാജരാക്കിയായിരുന്നു. ഇവർ മരിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കിയവരെയാണ് യോഗേന്ദ്ര യാദവ് ഹർജി ഹാജരാക്കിയത്. ശരി, ധനസുമോദ്.